ഹലോ ഓൾ, വെൽക്കം ടു ഓക്കെ നോട്ട്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഫ്റ്റർ 20 years എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വി ആർ ഗോയിങ് ടു ലേൺ എ ചാപ്റ്റർ ടൈറ്റിൽഡ് ആഫ്റ്റർ 20 years ബൈ ഒ ഹെൻറി. ഒ ഹെൻറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് റിട്ടൺ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓതറിൻ്റെ നെയിം ഒ ഹെൻറി ആണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം വരുന്നത് വില്യം സിഡ്നി പോർട്ടർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പെൻ നെയിമാണ്, അതായത് തൂലികാ നാമമാണ് ഒ ഹെൻറി എന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ കേട്ടു ആഫ്റ്റർ 20 years. അപ്പോൾ എന്തോ 20 വർഷത്തിന് ശേഷം അങ്ങനെ എന്തോ ഒരു ടൈറ്റിലായിട്ടുള്ള ഒരു കണക്റ്റ് ആയിട്ടുള്ള ഒരു കഥയാണെന്ന് നമുക്ക് മനസ്സിലേക്ക് വരണം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഏതിലേക്കാണ് വരുന്നത് നമുക്ക് നോക്കാം. NAS സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷിൽ ആണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഇത് 7th ചാപ്റ്ററാണ്. നമ്മൾ ജോണർ നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് ഒരു ചെറുകഥയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചെറിയ ഇൻസിഡൻറ്റ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ കഥയാണ് നമ്മൾ ഈ ഒരു ആഫ്റ്റർ 20 years എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ എന്തൊക്കെ പറയാൻ പറ്റും? ഇതിലൊരു സൗഹൃദത്തിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു തീം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ലോയൽറ്റി എന്ന് പറയുന്നത് നമുക്ക് വിശ്വസ്തത, അതായത് നമുക്ക് മറ്റുള്ളവരോടുള്ള ഒരു വിശ്വസ്തത, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലിയോടുള്ള ഒരു വിശ്വസ്തത, ആ ഒരു കാര്യങ്ങളിലൊക്കെ ലോയൽറ്റി എന്നുള്ള തീം നമ്മൾ ഇതിൽ മെയിനായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഡ്യൂട്ടി, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യാൻ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നാടിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാം. നമ്മളൊരു ഡ്യൂട്ടിയാണ് അത്. അപ്പോൾ അതേപോലെ ഒരു ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ ഇവിടെ തീം വരുന്നുണ്ട്. അതേപോലെ തന്നെ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നീതി. അതായത് ഇപ്പോൾ എത്രത്തോളം സൗഹൃദങ്ങളാണെങ്കിലും, എത്രത്തോളം നമ്മളെ ഫാമിലി ആണെങ്കിലും, നമ്മൾ അവിടെ ഡ്യൂട്ടിയും ജസ്റ്റിസും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള ഒരു തീമൊക്കെ നമുക്ക് ആഫ്റ്റർ 20 years എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ടൈം എങ്ങനെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്? അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ എബൌട്ട് ദി ഓതർ, നമ്മൾ ഒ ഹെൻറി എന്നിട്ടുള്ള ഓതറിനെ പറ്റിയിട്ട് ചെറിയൊരു ഡിസ്കഷൻ നമുക്ക് നടത്താം. കാരണം ഈ ഒ ഹെൻറി അല്ലെങ്കിൽ ഓതറിനെ പറ്റിയിട്ടൊന്നും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അധികം നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായിട്ട് അദ്ദേഹത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അദ്ദേഹത്തിന്റെ റിയൽ നെയിം വരുന്നത് വില്യം സിഡ്നി പോർട്ടർ എന്നാണ്. വില്യം സിഡ്നി പോർട്ടർ. അപ്പോൾ ഈ വില്യം സിഡ്നി പോർട്ടർ എന്ന റിയൽ നെയിമാണ്. അദ്ദേഹത്തിന്റെ പെൻ നെയിമാണ് ഒ ഹെൻറി, തൂലികാ നാമം. അദ്ദേഹം ഒരു അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അതായത് അമേരിക്കനിൽ ഒരു ചെറുകഥ ഒരു രചയിതാവാണ് അദ്ദേഹം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സർപ്രൈസ് എൻഡിങ്സ്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഈ ക്ലൈമാക്സ്, ഇതേപോലെ തന്നെ കഥകളിലേക്കുള്ള അവസാനങ്ങൾ വളരെ ഒരു സർപ്രൈസ് തരുന്നതായിരിക്കും. കാരണം നമ്മളൊരു ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കഥകളും ചില ക്ലൈമാക്സ് ഒക്കെ ആയിരിക്കും നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളെ ഒ ഹെൻറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറി, അതായത് നമ്മൾ ആഫ്റ്റർ 20 years എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി 1906 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 1906 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലുള്ള ഒരു സ്റ്റൈല് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഹ്യൂമർ യൂസ് ചെയ്തിട്ടും, അതായത് കുറച്ച് തമാശകളും കാര്യങ്ങളും, പിന്നെ ഐറണി, പിന്നെ അതേപോലെ തന്നെ സ്ട്രോങ് മോറൽ ലെസൺസ്, അതായത് നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ കുറേ പാഠങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരും അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരും എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിങ്സിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഓതറിനെ പറ്റി പഠിച്ചു. അപ്പോൾ ഇനി എന്താണ് നമുക്ക് പഠിക്കേണ്ടത്? സെറ്റിംഗ്. അതായത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മളെ മനസ്സിലേക്ക് എന്ത് കടന്നു വരണം? നമ്മൾ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു കഥ നമ്മൾ എവിടെയാണ് നടക്കുന്നതെന്നുള്ള നമ്മുടെ തലയിലേക്ക് വരണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ തലയിലേക്ക് വരേണ്ടത് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു
സ്റ്റോറി നടക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ നമ്മൾ കടന്നു വരികയാണ്. രാത്രി 10 മണിയൊക്കെയാണ്. രാത്രി 10 മണി എന്നൊക്കെ പറയുമ്പോൾ ന്യൂയോർക്ക് സിറ്റിയൊക്കെ ആകുമ്പോൾ എന്തുണ്ടാവും, നല്ല തണുപ്പായിരിക്കും, കോൾഡായിരിക്കും, കുറച്ചൊരു വിൻഡി ആയിട്ടുള്ള, അതായത് ചെറിയ കാറ്റും ചെറിയൊരു മഴയൊക്കെ ഉള്ള ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു 10 മണിയാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാം എങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കുറച്ച് തണുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ വളരെ തണുപ്പായതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജനങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അവിടുത്തെ സ്ട്രീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ എം ടി ആയിട്ടാണ്. അതായത് എന്തുകൊണ്ടായിരിക്കും എം ടി? കുറച്ച് തണുപ്പായതുകൊണ്ട് തന്നെ ഈ രാത്രിയൊന്നും അത്ര ആൾക്കാരൊന്നും പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കില്ല. അപ്പോൾ കൂടുതൽ പേരും എന്താണ്, വീട്ടിലേക്ക് ചൂടൊക്കെ കൊണ്ടിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സ്ട്രീറ്റ് എങ്ങനെയാണ്, ഒരു എം ടി ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെയുള്ള കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ, മനുഷ്യന്മാരില്ലാതെ അവിടെ ഷോപ്സ് തുറന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവിടുത്തെ കൂടുതൽ ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആണ്. രാത്രി 10 മണിയായിട്ടുണ്ട്, തണുപ്പാണ്, അതേപോലെ തന്നെ ചെറിയ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ കൂടുതൽ ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു ലോൺലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അവിടെ ഒരു സസ്പെൻസ്, ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെ വന്നു, നമ്മളെ ന്യൂയോർക്ക് സിറ്റി 10 മണിക്ക് ചെറിയ തണുപ്പൊക്കെ ആയിട്ട് വളരെ ആൾക്കാർക്ക് കുറവായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് മനസ്സിലേക്ക് വന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ മനസ്സിലേക്ക് വന്നു. അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ് നമ്മളെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഷോർട്ട് സ്റ്റോറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കഥേൻ്റെ ആ ഒരു ചുറ്റുപാട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ആ ഒരു രാത്രി സമയത്ത് അവിടെ മനുഷ്യന്മാരൊക്കെ കുറവാണ്. പക്ഷെ അവിടെ ഒരു പോലീസ്മാൻ രാത്രി ഇങ്ങനെ പെട്രോളിങ്ങിന് ഇറങ്ങുകയാണ്. പെട്രോളിംഗ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കളവ് നടക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ രാത്രി നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങാന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതേപോലെ നൈറ്റ് പെട്രോളിങ്ങിനേക്ക് ഈ ഒരു പോലീസുകാരൻ ഇറങ്ങുകയാണ്. അപ്പോൾ പോലീസ്മാൻ ഈസ് വാക്കിംഗ് ഓൺ ഹിസ് റെഗുലർ നൈറ്റ് പെട്രോൾ. അതായത് അദ്ദേഹത്തിന് എല്ലാ പോലീസുകാർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടാവും, അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും. അപ്പോൾ ആ ഏരിയ എപ്പോഴും സെക്യൂർ ആയിട്ട് വെക്കണമെന്ന അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒരു പോലീസുകാരൻ ഇങ്ങനെ ഡ്യൂട്ടി ആയിട്ട് ഇങ്ങനെ അവിടെ നൈറ്റ് പെട്രോളിങ്ങിന് പതിവ് പോലെ തന്നെ എല്ലാ ദിവസവും പോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് അവിടെ ചെക്ക് ചെയ്യാണ് ഓരോ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. ഹി ചെക്സ് ദ ഡോർസ് ഓഫ് ഷോപ്സ് ആൻഡ് ബിൽഡിങ്സ്. അതായത് ഏതെങ്കിലും ഷോപ്സ് ഇങ്ങനെ അവിടെ കള്ളന്മാർ കയറിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് പോലീസുകാരനാണല്ലോ, എന്തായാലും ഇപ്പോൾ രാത്രി ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ആരെങ്കിലും ഒരു അജ്ഞാതനായിട്ടോ അല്ലെങ്കിൽ സ്ട്രേഞ്ചറായിട്ടോ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ കള്ളന്മാരായിട്ടോ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ കെയർഫുള്ളി വാച്ചസ് ദ സ്ട്രീറ്റ്. അതായത് ഇവരുടെ ഒരു ഡ്യൂട്ടി ആയിരിക്കുമ്പോൾ ആ ഒരു പോലീസ്മാൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ആ ഒരു സ്ട്രീറ്റൊക്കെ നല്ല രീതിയിൽ വാച്ച് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസും റെസ്പോൺസിബിലിറ്റിയും കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എന്താ പറയുക, ഒരു മനുഷ്യനെ ഒരു ഹാർഡ്വെയർ സ്റ്റോറിൻ്റെ അടുത്ത് അവിടെ നിൽക്കുന്നത്, ഒരു ഷോപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹം കാണാണ്. പോലീസ്മാൻ കാണാണ്, ഒരു വ്യക്തിയെ കാണാണ്, ഒരു സ്ട്രേഞ്ചറിനെ കാണാണ്. അപ്പോൾ ആ ഒരു സ്ട്രേഞ്ചറിനെ കണ്ടപ്പോൾ, പൊതുവേ ഇപ്പോൾ ഒരു പോലീസ്മാൻ അങ്ങനെ കാണുമ്പോൾ ആ ഒരു പോലീസ് ബുദ്ധിയോടെ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, കുറച്ചും കൂടെ ഇവരാരായിരിക്കും, ഇതെന്തിനാണ് ഈ രാത്രി ഇവിടെ വന്നിട്ട് ഈ ഒരു ഹാർഡ്വെയർ സ്റ്റോറിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രേഞ്ചറിനെ നോട്ടീസ് ചെയ്യാണ് ഈ പോലീസ്മാൻ. അപ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, ആ ഒരു പോലീസ്മാൻ ആരെടുത്ത് പോകും, ആ ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ ആരാണ് ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ ആരെയാണ് കാത്തിൽ നിൽക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിക്കാണ് ഈ ഒരു പോലീസ്മാൻ അങ്ങോട്ടേക്ക് അന്വേഷിച്ച് പോകുന്നത്. കാരണം ഈ ഒരു വ്യക്തി അവിടെ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്, വേറെ ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ ഇങ്ങനെ വെറുതെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഹൂ ഈസ് എ വെയിറ്റിംഗ് മാൻ, അതായത് അവിടെ കാത്തു നിൽക്കുന്ന മനുഷ്യൻ ആരാണ് എന്നുള്ള രീതി ആ പോലീസ്മാൻ അങ്ങോട്ടേക്ക് പോവാണ്. ദ മാൻ ഈസ് വെയിറ്റിംഗ് ഇൻ ദ ഡോർ ഓഫ് എ ഹാർഡ്വെയർ സ്റ്റോർ. അതായത് ആ ഒരു ഹാർഡ്വെയർ സ്റ്റോറിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ
എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ എൻ്റെ കളിക്കൂട്ട അല്ലെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ ആരാണ്? ജിമ്മി വെൽസിനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രേഞ്ചറോട് ചോദിച്ചപ്പോൾ പറയാണ്, ഈ സ്ട്രേഞ്ചറോട് ആര് ചോദിച്ചപ്പോൾ, പോലീസുകാരൻ ചോദിച്ചപ്പോൾ പറയാണ്, ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കാത്തു നിൽക്കുകയാണ്. ആരാണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്? ജിമ്മി വെൽസ്. ആ പേര് ഓർമ്മിക്കണേ, ജിമ്മി വെൽസ് ആണ് ആ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. അപ്പോൾ ഈ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താണ് കാത്തു നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എത്ര മുന്നേ അവർ തീരുമാനിച്ചതാണ് ഇവിടേക്ക് വരുമെന്നും അതേപോലെ തന്നെ ഇവർ മീറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ ഈ ഒരു മീറ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് 20 വർഷം മുന്നേ ആയിരുന്നു. അതായത് ദേ ഹാഡ് ഫിക്സ്ഡ് ദിസ് മീറ്റിംഗ് 20 years earlier. അതായത് 20 വർഷം മുന്നേ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചെറിയ പ്രായത്തിലേക്ക് ഇങ്ങനെ പറയില്ലേ, നമ്മൾ ചെറിയ പ്രായത്തിലേക്ക് നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഉണ്ടാകും, പക്ഷെ അവർ നമ്മളോട് ഇല്ലായിരിക്കാം, ഇപ്പം നമുക്കില്ലായിരിക്കാം. ആ ഒരു സമയത്ത് നമ്മളോട് വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഫ്രണ്ട്സൊക്കെ ആയിരിക്കാം. പക്ഷെ അന്ന് അവർ പറയും, നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, അവിടെ നമുക്ക് മീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഒരു സ്ട്രേഞ്ചർ പറയുന്നത്. സ്ട്രേഞ്ചർ ആ ഒരു 20 വർഷത്തിന് ശേഷമാണ് ആ ഒരു ഹാർഡ്വെയർ സ്റ്റോറിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത്? ജിമ്മി വെൽസിനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രേഞ്ചറും ജിമ്മി വെൽസും പണ്ട് ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അവർ 20 വർഷം മുന്നേ ആ ഒരു ഹാർഡ്വെയർ സ്റ്റോറിന് അവിടെ നിൽക്കുന്നതിൻ്റെ 20 വർഷം മുന്നേ എന്ത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു? അവർ അവിടെ വെച്ച് കാണാമെന്നുള്ള രീതിയിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ദേ ഹാഡ് fixed this meeting 20 years earlier. അപ്പോൾ the meeting place was Big Joe Brady's restaurant. അന്ന് അവർ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരു ബിഗ് ജോ ബ്രാഡീസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന്, ഒരു ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റ് നിന്നായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. അവിടെ വെച്ചിട്ടായിരുന്നു അവർ തീരുമാനിച്ചത്. അതായത് നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ തീരുമാനിക്കില്ലേ, ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കില്ലേ. അപ്പോൾ അതേപോലെ തന്നെ അന്ന് 18ഉം 20ഒക്കെ വയസ്സുള്ള വ്യക്തികളായിരുന്നു ഈ ജിമ്മി വെൽസും സ്ട്രേഞ്ചറും ഒക്കെ. സ്ട്രേഞ്ചറിന് ഒരു പേരുണ്ട് കേട്ടോ, ആ പേര് വെളിപ്പെടുത്തുന്നത് ഏറ്റവും ലാസ്റ്റാണ്. പക്ഷേ നമുക്കിപ്പോൾ എന്ത് വിളിക്കാം? ഒരു സ്ട്രേഞ്ചറും ജിമ്മി വെൽസ് എന്നുള്ള രീതിക്ക് ഇവർ 2 ഫ്രണ്ട്സാണ്. അപ്പോൾ 20ഉം 18ഉം വയസ്സുള്ളപ്പോഴൊക്കെ അവർ എവിടുന്ന് തീരുമാനിച്ചു? ബിഗ് ജോ ബ്രാഡീസ് റെസ്റ്റോറൻറ്റ് എന്നുള്ള റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് തീരുമാനിക്കുകയാണ്. 20 വർഷത്തിന് ശേഷം കാണാണ്. അപ്പോൾ 20 വർഷത്തിന് ശേഷം കാണാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു സ്ട്രേഞ്ചർ ഹാർഡ്വെയർ സ്റ്റോറിന് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ജിമ്മി വെൽസിനെ കാത്തു നിൽക്കുന്നത്, ജിമ്മി വെൽസ് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ ആ ജിമ്മി വെൽസിനെ കാത്തു നിൽക്കുന്ന ആ ഒരു സീനാണ് നമ്മൾ ആര് കാണുന്നത്? നമ്മളെ ഫസ്റ്റ് വന്ന ആ ഒരു പോലീസ്മാൻ കാണുന്നതും പോലീസ്മാനോട് ചോദിച്ചിട്ട് ഈ പോലീസ്മാനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റ് പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ മീറ്റ് ചെയ്യാം എന്നുള്ള രീതിക്കായിരുന്നു. അതേസമയം 20 വർഷം അതേ ഡേറ്റ് അതേ സമയം ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ആ റെസ്റ്റോറൻറ്റ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ആ പോലീസുകാരനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ആ റെസ്റ്റോറൻറ്റ് അവിടെ ഇല്ലാത്തത്? അപ്പോൾ ദ റെസ്റ്റോറൻറ്റ് വാസ് ഡിമോളിഷ്ഡ് 5 years ago. 5 വർഷം മുന്നേ അത് തകർത്തിരുന്നു, അല്ലെങ്കിൽ അത് അവിടുന്ന് പൊളിച്ചിരുന്നു എന്നുള്ള രീതിക്ക് പറഞ്ഞിരുന്നു. ആര്? പോലീസുകാരൻ പറഞ്ഞു. അപ്പോൾ ദ മാൻ സ്റ്റിൽ വെയിറ്റ്സ് അറ്റ് ദ സെയിം ലൊക്കേഷൻ ബിക്കോസ് ഓഫ് ഹിസ് പ്രോമിസ്. അതായത് ഈ ഒരു സ്ട്രേഞ്ചർ, പോലീസുകാരൻ ഈ ഒരു സ്ട്രേഞ്ചറിനാണല്ലോ കാണുന്നത്. അപ്പോൾ സ്ട്രേഞ്ചറാണ് ഈ കഥകളൊക്കെ പറയുന്നത്. ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 20 വർഷത്തിന് ശേഷം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ജിമ്മി വെൽസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ട്രേഞ്ചർ അവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ ഈ ഒരു പോലീസുകാരനോട് പറയണം. അപ്പോൾ പോലീസുകാരൻ ഇങ്ങനെ ഇതൊക്കെ വാച്ച് ചെയ്യുകയാണ്, ഇതൊക്കെ കേൾക്കുകയാണ്, ഇതൊക്കെ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ പോലീസുകാരൻ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഈ ഒരു വ്യക്തി, അതായത് ഈ ഒരു സ്ട്രേഞ്ചർ എന്ന് പറയുന്നത് കുറച്ച് വെൽത്തി ആയിട്ട്, നമുക്ക് കാണുമ്പോൾ ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അവർ വെൽത്തി ആണോ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ പുവർ ആണോ എന്നുള്ള രീതിക്ക്. കാരണം അവരുടെ അപ്പിയറൻസ് വെച്ചിട്ട് നമുക്ക് ചിലതൊക്കെ മനസ്സിലാവും. അപ്പോൾ അതേപോലെ തന്നെ ഈ പോലീസുകാരൻ ഇവരെ നോക്കുമ്പോൾ, അതായത് ഈ സ്ട്രേഞ്ചറെ നോക്കുമ്പോൾ അദ്ദേഹം വളരെ ഒരു വെൽത്തി ആയിട്ടുള്ള നല്ല രീതിയിൽ ധനികനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. ആ പോലീസുകാരന് മനസ്സിലായി. അതെങ്ങനെയാണ് മനസ്സിലായത്? അദ്ദേഹത്തിൻ്റെ സ്കാർഫിൽ ഒരു പിന്നുണ്ടായിരുന്നു, സ്കാർഫ് പിന്നുണ്ടായിരുന്നു. ആ സ്കാർഫ് പിന്ന് ഡയമണ്ട് കൊണ്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഒരു അത്യാവശ്യം നല്ല രീതിയിലൊരു പണം കാര്യങ്ങളൊക്കെ സമ്പാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം മനസ്സിലായി. ആർക്ക് മനസ്സിലായി? പോലീസുകാരന് മനസ്സിലായി.
ആരായിരുന്നു ഈ ഡയമണ്ട് സ്കാർഫ് പിന്നൊക്കെ ധരിച്ചിരുന്നത്? ആ സ്ട്രേഞ്ചർ അവിടെ ഇങ്ങനെ ഹാർഡ്വെയർ സ്റ്റോറിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് ഈ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അതേപോലെ പോലീസുകാരനും ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോമിസ് എന്തൊക്കെയായിരുന്നു, ഈ ഒരു പ്രോമിസ് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ചെറിയ പ്രായത്തിൽ അവർ നടത്തിയിരുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. അപ്പോൾ പ്രോമിസ് എന്ന് പറയുന്നത്, അതായത് ഈ സ്ട്രേഞ്ചറിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജിമ്മി വെൽസും തമ്മിലുള്ള ഒരു പ്രോമിസ് ആയിരുന്നു. 20 വർഷത്തിന് മുന്നേ ആയിരുന്നു. ആ സ്ട്രേഞ്ചറാണ് ഈ പോലീസുകാരനോട് ഈ കഥകളൊക്കെ പറയുന്നത്. ആ ഒരു കഥയിലുള്ളതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. ആ ഒരു പ്രോമിസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ജിമ്മി എന്ന് പറയുന്നതും അതേപോലെ തന്നെ ബോബ് എന്ന് പറയുന്നതാണ് ഈ സ്ട്രേഞ്ചർ. നമ്മൾ ഈ ഒരു പേര് റിവീൽ ചെയ്തു കേട്ടോ. ആ ഒരു സ്ട്രേഞ്ചർ എന്ന് പറയുന്നതാണ് ബോബ് എന്ന് പറയുന്നത്. അപ്പോൾ ജിമ്മിയും ബോബും ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ജിമ്മിയും ബോബും ചെറിയ പ്രായത്തിൽ ഒരുമിച്ച് കളിച്ച് വളർന്ന കുട്ടികളായിരുന്നു, അല്ലെങ്കിൽ ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നു. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. ദേ വർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് ഷെയർഡ് എ ക്ലോസ് ബോണ്ട്. അതായത് വളരെയേറെ അടുത്ത ഒരു ബന്ധമുള്ള 2 ഫ്രണ്ട്സ് ആയിരുന്നു ആ ഒരു സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ബോബും പിന്നെ ഈ ഒരു ബോബ് കാത്തു നിൽക്കുന്ന ജിമ്മിയും. അപ്പോൾ ആ ഒരു ഡിസിഷൻ എന്തായിരുന്നു, ബോബ് ഡിസൈഡ് ചെയ്ത്, അതൊരു ഇവർക്കൊരു 18-20 വയസ്സുള്ളപ്പോൾ, ഒരാൾക്ക് 18 ഒരാൾക്ക് 20 വയസ്സുള്ളപ്പോൾ ബോബ് തീരുമാനിക്കുകയാണ്, എനിക്ക് പുറത്തേക്ക് പോകണം, അതേപോലെ തന്നെ ന്യൂയോർക്കിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകണം, അവിടെ നിന്ന് എനിക്ക് നല്ല രീതിയിലുള്ള പണം സമ്പാദിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ബോബ് തീരുമാനിക്കുകയാണ്. 2 ഫ്രണ്ട്സാണ്, അതിലുള്ള ബോബാണ് തീരുമാനിക്കുന്നത്, ചെറിയ പ്രായത്തിൽ തീരുമാനിക്കുന്നത്. ഈ ബോബ് തന്നെയാണ് കേട്ടോ ഈ സ്ട്രേഞ്ചറും വരുന്നത്. അപ്പോൾ ഈ ബോബ് തീരുമാനിക്കുകയാണ്. ബോബ് എന്താണ് തീരുമാനിക്കുന്നത്, ബോബ് തീരുമാനിക്കുകയാണ് ചെറിയ പ്രായത്തിൽ എനിക്ക് എന്ത് ചെയ്യാണ്, എനിക്ക് നല്ല പണം ഉണ്ടാക്കാൻ വെസ്റ്റിലേക്ക് പോകണം. അപ്പോൾ വെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിലുള്ള പണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ വെസ്റ്റിലേക്ക് പോകണമെങ്കിൽ ന്യൂയോർക്കിൽ നിന്ന് പോകണം. അപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ഒരു ജിമ്മിയും ബോബും തമ്മിലുള്ള ആ ഒരു ബന്ധം വേർപിരിയും. അപ്പോൾ ആ ഒരു വേർപിരിയുന്നതിന് പകരം അവരൊരു പ്രോമിസ് കൊടുക്കുകയാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. കാരണം ഈ ഒരു ബോബ് ജിമ്മി അവിടെ തന്നെ നിന്നു, ന്യൂയോർക്കിൽ തന്നെ നിന്നു, പക്ഷെ ബോബ് മാത്രമാണ് പോയത്. അപ്പോൾ ഇവർ രണ്ടാളും വേർപിരിയുന്ന ആ ഒരു സമയം ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. എന്തൊക്കെയായിരുന്നു ആ പ്രോമിസ്? അപ്പോൾ ആ ഒരു പ്രോമിസ് എന്ന് പറയുന്നത്, ബിഫോർ സെപ്പറേറ്റിംഗ് ദേ പ്രോമിസ് ടു മീറ്റ് അഗെയിൻ. അതായത് അവർ ഇനിയും കാണും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ദേ അഗ്രീ ടു മീറ്റ് after exactly 20 years at the same place and same time. അതായത് 20 വർഷത്തിന് ശേഷം, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. 20 വർഷത്തിന് ശേഷം അവർ 20 വർഷത്തിന് ശേഷം അവർ സെയിം സ്ഥലത്ത് സെയിം ടൈമിൽ അവർ വീണ്ടും കണ്ടുമുട്ടും എന്നുള്ള രീതിക്ക് അവർ പ്രോമിസ് കൊടുക്കുകയാണ്. ആര്? ബോബും ജിമ്മിയും. ഈ ബോബ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു സ്ട്രേഞ്ചർ. ആ ഒരു സ്ട്രേഞ്ചറാണ് നമ്മളെ ഈ ഒരു പോലീസുകാരനോട് ഈ കഥകളൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്, അവർ രണ്ടാളും വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ ബിലീവ് ചെയ്യാണ്, അല്ലെങ്കിൽ ഹോപ്പ് വെക്കുകയാണ്. അതായത് 2 പേരും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുകയും അതേപോലെ തന്നെ അവർക്ക് ഈ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യാൻ, അവർക്ക് വീണ്ടും കണ്ടുമുട്ടാനുള്ള ആ ഒരു ഹോപ്പ് അവർ വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോബിൻ്റെ ലൈഫ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ബോബിൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ ബോബ് വെസ്റ്റിലേക്ക് പോയത് എന്തിനായിരുന്നു, വളരെ ധനികനായിട്ട് ഒരു ഫോർച്യൂണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ബോബ് അവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ട് മാറുകയും ചെയ്തു. ബോബ് വെസ്റ്റിലേക്ക് പോവുകയും നല്ല രീതിയിലുള്ള പണം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഫിനാൻഷ്യലി അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആവാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് വാച്ച്, ഡയമണ്ട് റിങ്, അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസൊക്കെ വെസ്റ്റിൽ നിന്ന് കിട്ടാണ്, ന്യൂയോർക്കിനേക്കാളും കൂടുതൽ. അപ്പോൾ ഈ ഒരു കാര്യം ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബോബ് എന്ന് പറയുന്നത്. അപ്പോൾ ബോബ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബോബ് എന്ന് പറയുന്ന ആൾ വീണ്ടും അതായത് പണമൊക്കെ സമ്പാദിച്ചതിന് ശേഷം 20 വർഷമായല്ലോ ഏകദേശം. അപ്പോൾ 20 വർഷം ആ ഒരു സമയം ഏകദേശം ഇവർ തീരുമാനിച്ചിരിക്കുന്ന അതേ സെയിം ടൈം അവർ കാണാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ആരെ കാണാൻ വേണ്ടിയിട്ട്? ബോബ് ജിമ്മിനെ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു തീരുമാനത്തിലാണ് ഈ ഒരു ബോബ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ഹാർഡ്വെയർ സ്റ്റോറിൻ്റെ മുന്നിൽ നിൽക്കുകയും ആ ഒരു പോലീസുകാരൻ അവരെ കാണുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ പോലീസുകാരനോട് ഈ ഒരു കഥകളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഹി കോൺഫിഡൻറ്റ് ബിലീവ്സ് ദാറ്റ് ജിമ്മി വിൽ കീപ്പ് ഹിസ് പ്രോമിസ്. അതായത് ജിമ്മി ഈ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യുന്നുള്ളത് ആ ഒരു വിശ്വാസം ഈ ഒരു ബോബിന് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബോബ് ഈ ഒരു ജിമ്മിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കാരണം ബോബ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പിനെ ഒക്കെ വാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ബോബ് ഫ്രണ്ടിനെ ഇങ്ങനെ വെയിറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വെയിറ്റ്
ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു പോലീസുകാരനോട് കൈയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ബോബ് ജിമ്മി എന്തായാലും വരും എന്നുള്ള ഈ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു മഴ കുറച്ചും കൂടി കൂടുതലാവുകയും വെതർ കുറച്ചും കൂടി കോൾഡ് ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്ട്രീറ്റൊക്കെ ആരുമില്ലാതെ അപ്പോൾ പോലീസുകാരന് അവിടെ കൈ കൊടുത്തിട്ടൊക്കെ ആ ഒരു ബോബ് അവിടെ ഒറ്റക്കാവും. അപ്പോൾ ജിമ്മി ഇങ്ങനെ വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം കുറച്ചൊരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരാളിങ്ങനെ കടന്നു വരും. അപ്പോൾ ആരായിരിക്കും അത്? അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ പുതിയൊരാൾ അവിടെ വരികയാണ്. നമ്മൾ ബോബ് കുറേ നേരം കാത്തിരുന്നു. അപ്പോൾ കുറേ നേരം കാത്തിരുന്നതിന് ശേഷം ഒരു ലോങ് ഓവർ കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു വ്യക്തി അവിടെ അപ്രോച്ച് ചെയ്യാണ്, ബോബിനെ അപ്രോച്ച് ചെയ്യണം. എ ടോൾ മാൻ വിയറിങ് എ ലോങ് ഓവർ കോട്ട് അപ്രോച്ചസ് ബോബ്. ഹി ആസ്ക് ഇഫ് ദ വെയിറ്റിംഗ് മാൻ ഈസ് ബോബ്. അതായത് അവിടെ ആ ഒരു ലോങ് ഓവർ കോട്ട് ഇട്ട വ്യക്തി ചോദിക്കുകയാണ്, ബോബിനോട് ചോദിക്കുകയാണ്, നീയല്ലേ ബോബ് എന്നുള്ള രീതിക്ക് ചോദിക്കുകയാണ്. അപ്പോൾ ബോബ് അവിടെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം തൻ്റെ ജിമ്മി വെൽസിനെ താൻ കണ്ടു എന്നുള്ള രീതിക്ക് അവിടെ ഹാപ്പി ആയിട്ട് അത് ഞാനാണ് ബോബ് എന്നുള്ള രീതിക്ക് അങ്ങോട്ടേക്ക് പറയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങനെ കൈയൊക്കെ കൊടുത്തു, ഹാൻഡ് ഷേക്ക് ഒക്കെ കൊടുത്തു. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു റീയൂണിയൻ എന്നുള്ള രീതിക്ക് അവിടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുക. അപ്പോൾ അവർ 20 വർഷത്തിന് ശേഷം അവരുടെ സംസാരങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോവാണ്. അതേപോലെ തന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇവരിങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇങ്ങോട്ട് നടക്കാനൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ബോബ് അവിടെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ബോബ് അവിടെ പറയാണ് തൻ്റെ വെസ്റ്റിലുള്ള ലൈഫും അതേപോലെ തന്നെ ബോബിൻ്റെ ഒരുപാട് ഡ്രീംസും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ലോങ് ഓവർ കോട്ട് ഇട്ട മാനോട് പറയാണ്. പക്ഷേ ഈ ലോങ് ഓവർ കോട്ട് ഇട്ട മാൻ ജിമ്മി വെൽസ് ആണെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ബോബ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ജിമ്മി അവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജിമ്മി പറയും, അതായത് ജിമ്മി എന്ന് പറയുന്നത് ആക്ച്വലി അവരുടെ ജിമ്മി അല്ല, അത് വേറൊരാളാണ്. ആ ലോങ് ഓവർ കോട്ടിട്ട വ്യക്തി പറയും, എനിക്ക് ഗവൺമെൻറ് ജോബ് കിട്ടി, ന്യൂയോർക്കിൽ തന്നെ ഒരു ഗവൺമെൻറ് ജോബ് കിട്ടി എന്നുള്ള രീതിക്കൊക്കെ പറയും. അപ്പോൾ ഇവിടെ ബോബ് പറയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൗഡ്ലി ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ അവിടെ അദ്ദേഹം പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യും. നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് വർഷത്തിന് ശേഷം കാണുമ്പോൾ ആ ഒരു സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയിൽ ബോബ് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. ബോബ് എന്ത് ചെയ്യാണ്? ബോബ് ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ലോങ് ഓവർ കോട്ടിലെ വ്യക്തിയുടെ മൂക്ക് ശ്രദ്ധിക്കുകയാണ്. ഹി നോട്ടീസസ് ദ നോസ് ഈസ് ഡിഫറെൻറ്റ്. ബോബ് ലുക്സ് കെയർഫുള്ളി അറ്റ് ദ മാൻസ് ഫേസ് ആൻഡ് ഹി നോട്ടീസസ് ദ നോസ് ഈസ് ഡിഫറെൻറ്റ്. അതായത് ആ വ്യക്തിയുടെ ഒരു നോസ്, അതായത് മൂക്കിൻ്റെ ഒരു ഷേപ്പ് വളരെ ഡിഫറെൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. ആർക്ക്? ബോബിന് തോന്നുകയാണ്. അപ്പോൾ ഈ ഒരു ബോബിന് ആ ഒരു മൂക്കിൻ്റെ ഷേപ്പ് മാറ്റിയിട്ട് ഈ ഒരു ജിമ്മി അല്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു സംശയം തോന്നുകയാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും കണ്ടിട്ട് മനസ്സിലാക്കാം. പക്ഷേ മൂക്കിൻ്റെ ഷേപ്പ് ഒന്നും ഇത്രയും വർഷത്തിന് ശേഷം മാറില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ ബോബിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ബോബ് സംശയിക്കുകയാണ്, ഇതന്നെയാണോ എൻ്റെ ജിമ്മി എന്നുള്ള രീതിക്ക് സംശയിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ബോബ് റിയലൈസ് ചെയ്യും ആ ഒരു വ്യക്തി എന്തല്ല ജിമ്മി വെൽസ് അല്ല എന്നുള്ള രീതിക്ക് റിയലൈസ് ചെയ്യും. ബോബ് റിയലൈസസ് ദാറ്റ് മാൻ ഈസ് നോട്ട് ജിമ്മി വെൽസ്. ജിമ്മി വെൽസ് അല്ല, അത് വേറെ ഏതോ ഒരു വ്യക്തിയാണ്, അതേപോലെ തന്നെ പറ്റിക്കുകയാണ്, ചീറ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കും. അപ്പോൾ പെട്ടെന്ന് ആ ഒരു സ്ട്രേഞ്ചറിനെ ഇമീഡിയറ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യും, നിങ്ങൾ ആരാണ്? നിങ്ങൾ എൻ്റെ ജിമ്മി വെൽസ് അല്ലല്ലോ എന്നുള്ള രീതിക്ക് ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ ആ ഒരു നല്ല ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് ഒരു ചേഞ്ച് വരും, ഒരു സസ്പെൻസ് വരും. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ലോങ് ഓവർകോട്ടുള്ള വ്യക്തി കയ്യിലൊരു ഹാൻഡ് ചെയിൻ കൊടുത്തിട്ട് ഈ ഒരു ബോബിനോട് പറയും, യു ആർ അണ്ടർ അറസ്റ്റ്. അതായത് ബോബ് അറസ്റ്റിലാണെന്നുള്ള കാര്യം പറയും. അപ്പോൾ സ്ട്രേഞ്ചർ റിവീൽ ചെയ്യാണ്. സ്ട്രേഞ്ചർ ആ ഒരു ട്രൂ ഐഡൻറ്റിറ്റി, അതായത് ജിമ്മി വെൽസ് എന്ന് ബോബിനെ പറ്റിച്ചിരുന്ന ആ വ്യക്തി ട്രൂ ഐഡൻറ്റിറ്റി റിലീവ് ചെയ്യാണ്. അദ്ദേഹം ഒരു പോലീസുകാരനാണ്, ആ ഒരു ബോബിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ബോബ് എന്ന് പറയുന്നത് വളരെ ഒരു ഒരു ക്രിമിനലായിരുന്നു. വെസ്റ്റിലേക്ക് പോയിട്ട് അദ്ദേഹം ഒരു ക്രിമിനലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അദ്ദേഹം അവിടെ ഒരു പണമൊക്കെ സമ്പാദിച്ചിരുന്നത്. അപ്പോൾ ഒരു ചിക്കാഗോ പോലീസിന് തന്നെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു ക്രിമിനലായിരുന്നു നമ്മളുടെ ഈ ഒരു ബോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോബിനെ അവിടെ
അറസ്റ്റ് ചെയ്യുകയാണ് അവിടെ ഉണ്ടായത്. ജിമ്മി വെൽസാണ് തന്നെ പറഞ്ഞ് പറ്റിച്ചിട്ട് ബോബിനെ അറസ്റ്റ് ചെയ്യുകയാണ് ഈ ലോങ് ഓവർകോട്ട് ഉള്ള വ്യക്തി ചെയ്തത്. അപ്പോൾ ഓഫീസർ അവിടെ ഇൻഫോം ചെയ്യാണ് ആ ഒരു ബോബ് അണ്ടർ അറസ്റ്റ് ആണെന്നും. ഈ ഒരു കാര്യം കേട്ട് ബോബ് പെട്ടെന്ന് ഷോക്കായി പോവാണ്. കാരണം പെട്ടെന്ന് ഇതെന്താണ്, ഇപ്പോൾ ജിമ്മി വെൽസ് ആണെന്നുള്ള കാര്യം വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ നടന്നിരുന്നത്. അപ്പോൾ അവസാനം ജിമ്മിക്ക് അവിടെ ഒരു കത്ത് ഈ ഒരു ബോബിന് ഒരു കത്ത് ഈ ഒരു പോലീസ്മാന് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കത്ത് എന്തായിരിക്കും? ബോബ് അത് തുറന്ന് വായിച്ചു നോക്കും. ദ പോലീസ് ഓവർ ഹാൻഡ്സ് ബോബ് എ നോട്ട്. ജിമ്മി ഹാഡ് റീച്ച്ഡ് ദ മീറ്റിംഗ് പ്ലേസ് ഓൺ ടൈം. അതായത് ആ ഒരു കത്തിൽ എന്തൊക്കെയായിരുന്നു എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അവിടെ അതിലേക്ക് പറഞ്ഞിരുന്നത് ജിമ്മി അവിടെ കറക്റ്റ് സമയത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ബോബ് ഇത് വായിക്കാണ്. ജിമ്മിൻ്റെ കത്തായിരുന്നു, ജിമ്മി വെൽസിൻ്റെ കത്തായിരുന്നു, താൻ കാത്തിരിക്കുന്ന ആ ഫ്രണ്ടിൻ്റെ കത്തായിരുന്നു. ആ കത്തിൽ എന്തൊക്കെയാണ്? ജിമ്മി വെൽസ് അവിടെ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതും, അതേപോലെ തന്നെ ബോബിനെ മനസ്സിലായിട്ടുണ്ടെന്നുള്ളതും, അതേപോലെ തന്നെ ബോബ് ഒരു വാണ്ടഡ് ക്രിമിനൽ ആണെന്നുള്ള കാര്യം അവിടെ ജിമ്മിക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് ആ ഒരു കത്തിലേക്ക് ഇങ്ങനെ റൈറ്റിംഗ് ആയിട്ട് ആ ഒരു റൈറ്റിങ്ങിലുള്ളതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, ആ ജിമ്മി എന്ന് പറയുന്നതും ഒരു പോലീസ്മാൻ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് വന്ന ഈ ഒരു പോലീസ്മാൻ ആരായിരുന്നു? ജിമ്മി വെൽസ് ആയിരുന്നു. ഫസ്റ്റ് ആ ഒരു ബോബിനോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നത് ജിമ്മി വെൽസ് ആയിരുന്നു. അപ്പോൾ ജിമ്മി വെൽസ് ബോബ് ഒരു ക്രിമിനൽ ആയതുകൊണ്ടാണ് അവിടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാത്തത്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ആ ഒരു പോലീസ്മാൻ ബോബിനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ്? അവിടെ ഒരു പഴയ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തേ പറ്റൂ, അദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, അദ്ദേഹം വേറൊരു പോലീസ്മാനെ വിട്ടയച്ചിട്ട് ഈ ഒരു ബോബിനെ അറസ്റ്റ് ചെയ്യാണ്. ഹി റിക്വസ്റ്റഡ് അനദർ ഓഫീസർ ടു ക്യാരി ഔട്ട് ദ അറസ്റ്റ്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു കഥ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു കഥയുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഐഡിയ വരുന്നത്. ഇവിടെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കാണാൻ പറ്റും, അതേപോലെ തന്നെ ഡ്യൂട്ടി, ജസ്റ്റിസ്, അതേപോലെ തന്നെ ലോയൽറ്റി എന്നുള്ള തീംസൊക്കെ നമ്മുടെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സമയം, ഹൗ ടൈം ചേഞ്ചസ് പീപ്പിൾ, അതായത് എങ്ങനെയാണ് മനുഷ്യന്മാരെ സമയങ്ങൾ മാറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കഥ അവിടെ അവസാനിച്ചു. ഇതിലുള്ള ക്യാരക്ടർ സ്കെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബോബ് എന്ന് പറയുന്നത് ഒരു അംബീഷ്യസ് ആയിട്ടുള്ള, അതായത് വളരെ പണമൊക്കെ നേടണം അങ്ങനെയൊക്കെയുള്ള ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ബോബിന് ഒരു ഇരട്ട പേരുണ്ട്, സിൽക്കി ബോബ് എന്നാണ്. ആ ഒരു സിൽക്കി ബോബ് എന്നുള്ള ഇരട്ട പേര് ഈ ഒരു കഥയിൽ റിവീൽ ചെയ്യുന്നത് ലാസ്റ്റ് ആ ഒരു ലെറ്ററിലാണ്. നീ ഒരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആണ് സിൽക്കി ബോബ് എന്നുള്ള കാര്യങ്ങൾക്ക് ആ ലെറ്ററിലാണ് അതിൽ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ബോബ് അങ്ങനെ ഒരു ക്രിമിനൽ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യണം, അതായത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ബോബ് എന്ന് പറയുന്നത്. തൻ്റെ ഉള്ളിലൊരു നല്ലൊരു ഫ്രണ്ട് കൂടി ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ അദ്ദേഹം ഒരു വെൽത്തി ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്സിന് അദ്ദേഹം ഒരു പ്രൗഡാണ്. പക്ഷേ അദ്ദേഹം അതിലൊക്കെ ഉപരി ഒരു ക്രിമിനലായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് ഈ ബോബ് എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ ഇപ്പുറം നമുക്ക് ജിമ്മി വെൽസിനെ നോക്കുകയാണെങ്കിൽ ജിമ്മി ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോലീസ്മാൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ലോയൽ ഫ്രണ്ട് ആയിട്ടും കാണിക്കുന്നുണ്ട്. കാരണം ഒരു ലോയൽ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ജിമ്മി വെൽസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ്റെ വേഷത്തിലാണെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരിട്ട് അറസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല, തൻ്റെ ഉറ്റ സുഹൃത്തായതുകൊണ്ട് തന്നെ. അപ്പോൾ അവിടെ ഒരു ലോയൽ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ജിമ്മി വെൽസിനെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ ഡെഡിക്കേറ്റഡ് എന്ന് പറയാൻ കാരണം എന്താ പറയുക, തൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റവാളിയെ വെറുതെ വിട്ടില്ല, വേറൊരു പോലീസ് ഓഫീസറെ വിട്ടിട്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഡെഡിക്കേറ്റഡ് പോലീസ് ഓഫീസറിൻ്റെ ഒരു ട്രെയ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അദ്ദേഹം ഒരു കാം ആയിട്ടുള്ള, ഒരു സെൻസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം നമുക്കൊരു ഡ്യൂട്ടി, അതായത് ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഉപരി ഡ്യൂട്ടി ചെയ്യണം എന്നുള്ള രീതിക്കൊക്കെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു മേജർ തീംസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു കഥയുടെ എന്തൊക്കെയാണ് ഈ ഒരു കഥയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു തീം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ലോയൽറ്റി, ഒരു വിശ്വസ്തത എന്നുള്ള രീതിക്ക് നമുക്ക് കാണാൻ പറ്റും. ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അതേപോലെ തന്നെ ജസ്റ്റിസ്, നീതി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പാസേജ് ഓഫ് ടൈം, സമയത്തിൻ്റെ ആ
ഇമ്പോർട്ടൻസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരെ മാറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ സക്സസ് ആൻഡ് മൊറാലിറ്റി, അതായത് വിജയങ്ങളും അതേപോലെ തന്നെ നന്മയും തിന്മയും മൊറാലിറ്റി എന്നുള്ള രീതിയിൽ തെറ്റേതാ ശരിയേതാ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ചേഞ്ച്, അതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് ഓഫ് ഫേറ്റ്, അതായത് നമ്മളുടെ വിധി പെട്ടെന്ന് തന്നെ നമുക്ക് മാറും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു ലിറ്റററി ഡിവൈസായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന, അതായത് റൈറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡാണ് ലിറ്റററി ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫോർ ഷാഡോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്. ഫോർ ഷാഡോയിങ് എന്ന് പറയുന്നത് ഈ റൈറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്യൂച്ചർ ഇവൻറ്റ്സിനെ പറ്റിയിട്ട് ഒരു ഹിൻസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, ഈ ഒരു ബോബിന് എങ്ങനെ ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ ബോബ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ബോബിൻ്റെ ഒരു ജിമ്മിയാണോ അതെന്നുള്ള ഒരു ചെറിയ ചെറിയ ഹിൻ്റൊക്കെ നമുക്ക് മനസ്സിലാവും. ചില ഫിലിമൊക്കെ കാണുമ്പോൾ നമുക്ക് ഇനി അടുത്തെന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ള ഒരു ചെറിയ ചെറിയ ഹിൻ്റൊക്കെ നമുക്ക് തരില്ല. അതേപോലെ ഒരു ഫോർ ഷാഡോയിങ് എന്നുള്ള ഒരു ലിറ്റററി ഡിവൈസസ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സസ്പെൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ക്യൂരിയോസിറ്റിയും അതേപോലെ തന്നെ സർപ്രൈസ് എൻഡിങ് ഒക്കെ ഇതിൽ കാണാൻ പറ്റും ഒരു ഫോർ ഷാഡോയിങ് എന്നുള്ള മെത്തേഡിൽ. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ ലിറ്റററി ഡിവൈസസ് കഴിഞ്ഞു. ഇതിലുള്ള ഒരു മോറൽ എന്നുള്ള രീതിക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡ്യൂട്ടി ഈസ് ഗ്രേറ്റർ ദാൻ പേഴ്സണൽ ഫീലിംഗ്, അതായത് നമ്മൾ പേഴ്സണൽ ഫീലിങ്ങിനേക്കാളും കൂടുതൽ ഡ്യൂട്ടിയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ഇതിൽ കാണാൻ പറ്റും. ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഈസ് ബിൽഡ് ഓൺ ട്രസ്റ്റ്, അതായത് ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളതും, റോങ് ചോയ്സസ് ലീഡ് ടു കോൺസിക്വൻസസ് എന്നുള്ളതും, അതായത് നമ്മളുടെ തീരുമാനങ്ങളൊക്കെ കോൺസിക്വൻസസിലേക്ക്, അതായത് നമുക്ക് എന്താ പറയുക തെറ്റായ ദിശയിലേക്കാണ്, അതായത് തെറ്റായ തീരുമാനങ്ങൾ തെറ്റായ ദിശയിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു കോൺസിക്വൻസസ് ഒക്കെ നമുക്ക് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയണം. അതേ ഒരു മോറലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ എങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരെ മാറ്റാം, ഒരു സമയം എങ്ങനെയാണ് മാറ്റുക, അവരുടെ ജീവിതം എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ ഓണസ്റ്റി ആൻഡ് ജസ്റ്റിസ് ഷുഡ് ഓൾവേസ് ബി റെസ്പെക്റ്റഡ്, അതായത് സത്യസന്ധതയും നീതിയൊക്കെ എപ്പോഴും റെസ്പെക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ് അതിനെ ബഹുമാനിക്കേണ്ടതുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് എക്സാമിനൊക്കെ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ വൈ ഡിഡ് ബോബ് ട്രാവൽ ഓൾ ദ വേ ടു ന്യൂയോർക്ക് ആഫ്റ്റർ 20 years, അതായത് എന്തുകൊണ്ടായിരുന്നു ബോബ് 20 വർഷം അതായത് ഏകദേശം ഒരു 20 വയസ്സിന് ശേഷം, അതായത് വൈ ഡിഡ് ബോബ് ട്രാവൽ ഓൾ ദ വേ ടു ന്യൂയോർക്ക് ആഫ്റ്റർ 20 years, അതായത് 20 വർഷത്തിന് ശേഷം ബോബ് എന്തിനായിരുന്നു ന്യൂയോർക്കിൽ തന്നെ തിരിച്ചു വന്നത്, വെസ്റ്റിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടായിരുന്നു ബോബ് ട്രാവൽ ടു ന്യൂയോർക്ക് ടു കീപ് ദ പ്രോമിസ് ഹി മെയ്ഡ് വിത്ത് ജിമ്മി 20 years earlier, അതായത് എന്താണ് നമ്മുടെ ഈ ഒരു ജിമ്മിക്ക് കൊടുത്തൊരു വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട്, അതായത് എന്താണ് ജിമ്മിക്ക് എന്ത് വാക്കായിരുന്നു കൊടുത്തിരുന്നത്, 20 വർഷത്തിന് ശേഷം കാണുന്നുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിനുള്ള വാല്യൂ ചെയ്തിട്ട് ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോബ് ന്യൂയോർക്കിലേക്ക് 20 വർഷത്തിന് ശേഷം ട്രാവൽ ചെയ്തത്. വൈ ഡിഡ് ജിമ്മി ആസ്ക് അനദർ പോലീസ് ഓഫീസർ ടു അറസ്റ്റ് ബോബ്, എന്തുകൊണ്ടായിരുന്നു ജിമ്മി ഫസ്റ്റ് വന്ന ആ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു ജിമ്മി, ആ ജിമ്മി എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ബോബിനെ അറസ്റ്റ് ചെയ്യാത്തത്, എന്തിനായിരുന്നു വേറെ പോലീസ് ഓഫീസർ വിട്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജിമ്മി കുഡ് നോട്ട് arrest his old friend himself, so he sent plain clothes പോലീസ് ഓഫീസർ, അതായത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം ഫ്രണ്ടല്ലേ, അപ്പോൾ ഡയറക്റ്റ് അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മനോധൈര്യം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം അദ്ദേഹത്തിന് സമ്മതിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു പ്ലെയിൻ ഡ്രസ് ഇട്ടുള്ള ഒരു ഓഫീസറിനെ കൊണ്ടാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. ഡു യു തിങ്ക് ജിമ്മി മെയ്ഡ് ദ റൈറ്റ് ഡിസിഷൻ വൈ, അതായത് ഇത് നമുക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജിമ്മി കറക്റ്റായിട്ടുള്ള ഡിസിഷൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്, നമുക്ക് എന്തുകൊണ്ടാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം മൂന്നാമത്തെ ആൻസർ നമുക്ക് പറയാൻ പറ്റും, അതെ നമുക്ക് ഈ ഒരു ജിമ്മി എടുത്തിരിക്കുന്ന ആൻസറൊക്കെ കറക്റ്റാണ്. ജിമ്മി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി, പോലീസ് ഓഫീസർ എന്നുള്ള ഡ്യൂട്ടി അദ്ദേഹം ഇവിടെ പാലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫ്രണ്ട്ഷിപ്പിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അതിനുപരി ഡ്യൂട്ടി, പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ ഡ്യൂട്ടി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിക്ക് അദ്ദേഹം ഇവിടെ കാണിക്കുകയാണ്.
പിന്നെ അടുത്ത നമുക്ക് നോക്കുകയാണെങ്കിൽ ഹൗ ഡിഡ് 20 years ചേഞ്ച് ദ ലൈഫ്സ് ഓഫ് ബോബ് ആൻഡ് ജിമ്മി. എങ്ങനെയൊക്കെയായിരുന്നു ബോബിലും ജിമ്മിയും മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു 20 വർഷം. ബോബ് എന്തായിട്ട് മാറിയും, ബോബ് ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു ക്രിമിനലായിട്ട് മാറുകയും, പക്ഷെ ജിമ്മി ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. സമയം എങ്ങനെ മനുഷ്യന്മാരെ വ്യക്തികളെ മാറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് ഇൻ ദ സ്റ്റോറി. എന്തായിരുന്നു ബിഗ്ഗസ്റ്റ് സർപ്രൈസ് എന്ന് പറയുന്നത്? ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് ഇൻ ദ മാൻ ഈസ് ദാറ്റ് ദ മാൻ ബോബ് മീറ്റ് ഈസ് നോട്ട് ജിമ്മി ബട്ട് എ പോലീസ് ഓഫീസർ സെൻറ്റ് ടു അറസ്റ്റ് ഹിം. അതായത് ഈ ഒരു ബോബ് കണ്ട ആ ഒരു വ്യക്തി ജിമ്മി അല്ല എന്നുള്ളതും, ആ ഒരു ജിമ്മി അയച്ച വേറൊരു പോലീസ് ഓഫീസറെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ എന്നുള്ള കാര്യമൊക്കെയാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. പിന്നെ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വാട്ട് ലെസൺ ഡു യു ലേൺ ഫ്രം ആഫ്റ്റർ 20 years. എന്ത് ലെസണാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോറി ടീച്ചേഴ്സ് ഫ്രണ്ട്ഷിപ്പ് ഈസ് വാല്യുബിൾ ബട്ട് ഓണസ്റ്റി, ഡ്യൂട്ടി ആൻഡ് ജസ്റ്റിസ് ആർ ഈവൺ ഇമ്പോർട്ടൻറ്റ്. അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വാല്യൂ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, പക്ഷേ അതിന് ഉപരി തന്നെ ഓണസ്റ്റിയും അതേപോലെ തന്നെ ഡ്യൂട്ടിയും അതേപോലെ തന്നെ ജസ്റ്റിസ്, നീതിയൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. I hope you all got some idea about this chapter. See you in the next video.